my name is Rashmi. So, നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എന്തിനാണ് ഒരു ഗുഡ് ലിങ്ക്ഡ് പ്രൊഫൈൽ നമ്മൾ കീപ്പ് ചെയ്യുന്നത്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, അങ്ങനെ ഒരു അക്കൗണ്ട് കീപ്പ് ചെയ്യുന്നതോടെ നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ് ആണ് ഉണ്ടാകുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ലിങ്ക്ഡ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ചർച്ചാ വിഷയമായ ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ്. എസ്പെഷ്യലി നമ്മൾ കോവിഡ് ടൈംസിലാണ് പലരും ലിങ്ക്ഡിൻ അക്കൗണ്ട് ഇല്ലാത്തവർ കൂടി ലിങ്ക്ഡിൻ എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് ലിങ്ക്ഡിൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അതിൽ ആക്റ്റീവായിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. പക്ഷേ പലരുടെയും ചലഞ്ച് എന്ന് പറയുന്നത് ഇപ്പോഴും ലിങ്ക്ഡിൻ എങ്ങനെയാണ് ആക്ച്വലി അത് യൂസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അതിൽ മെയിനായിട്ട് വന്ന ചലഞ്ച് എന്ന് പറഞ്ഞാൽ കേട്ടറിവാണ്. പലർക്കും പല ആൾക്കാർ വന്നിട്ട് പറയും എനിക്ക് ജോബ് കിട്ടിയത് ലിങ്ക്ഡിൻ വഴിയാണ്, അപ്പോൾ ജോബ് നോക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ലിങ്ക്ഡിൻ എന്ന് വെച്ചിട്ട് എല്ലാവരും ലിങ്ക്ഡിൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാറാണ് ഉള്ളത്. ചില ആൾക്കാർ ഇതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ ഫേസ്ബുക്ക് പോലെ ജസ്റ്റ് കണ്ടന്റ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ യൂസ് ചെയ്യുന്ന ഒരു ധാരണയുണ്ട്. പിന്നെ ചില ആൾക്കാർ ഇത് വെറും ജോബ് ബോർഡാണ്, ലൈക്ക് ഇൻഡീഡ്, നൗക്കരി പോലെ നമുക്ക് ജോബ് സെർച്ച് ചെയ്യാം എന്നുള്ള രീതിയിൽ യൂസ് ചെയ്യുന്നതുണ്ട്. സോ ഇങ്ങനെയുള്ള കുറച്ച് തെറ്റിദ്ധാരണകളാണ് ഇവർക്ക് മേജർ ചാലഞ്ചസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോഴും അറിയില്ല എന്താണ് ലിങ്ക്ഡിൻ്റെ യൂസേജ്, അല്ലെങ്കിൽ ലിങ്ക്ഡിൻ എങ്ങനെയാണ് ആക്ച്വലി നമ്മളത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് ഒരു പ്രൊഫഷണൽ ഗ്രോത്തും ഉണ്ടാകും. ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു സാധാ ജോലിയാണ് നമ്മൾ നാട്ടിൽ ചെയ്യുന്നതെങ്കിൽ കൂടി നമ്മൾ ഭയങ്കര അംബീഷ്യസ് ആയിരിക്കും. ആൻഡ് നമ്മൾ ചെയ്യുന്ന ജോലി കൂടാതെ നമുക്ക് വേറെ എക്സ്ട്രാ ആക്ടിവിറ്റീസ്, കോണ്ടന്റ് റൈറ്റിംഗിൽ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എല്ലാം നമ്മുടെ സ്കിൽസ് ഷോക്കേസ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊന്ന് ലിങ്ക്ഡിൻ നമുക്ക് ഇൻ നർഷൽ നമുക്ക് പറയാം ഒരു പ്രൊഫഷണൽ നെറ്റ്വർക്കിംഗ് സൈറ്റ് ആണ് ലിങ്ക്ഡിൻ എന്ന് പറയുന്നത്. ഇനി മെയിൻ ആയിട്ട് നമ്മൾ കേട്ടിട്ട് വരുന്ന ഒരു മേജറായിട്ട് വരുന്ന പ്രോബ്ലം, എനിക്ക് ലിങ്ക്ഡിൻ അക്കൗണ്ട് ഉണ്ടായിട്ടും എനിക്ക് ഇന്റർവ്യൂ കോൾസ് ഒന്നും വരുന്നില്ല. സോ യൂഷ്വലി നമ്മൾ ലിങ്ക്ഡിൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് കുറേ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കാണുന്ന ജോബ്സിനൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യാറാണ് പതിവ്. സോ അങ്ങനെ ചെയ്തതുകൊണ്ട് നമുക്ക് ഒരു പ്രയോജനം കിട്ടാൻ പോകുന്നില്ല. ഫസ്റ്റ് നമ്മൾ ലിങ്ക്ഡിൻ നമ്മുടെ അക്കൗണ്ട് സെറ്റപ്പ് ചെയ്യണം. നമുക്ക് കുറച്ച് കീ വേർഡ്സ്, നമ്മുടെ സ്കിൽസ് എന്താണെന്ന് നമ്മൾ ആദ്യം റിയലൈസ് ചെയ്തിട്ട് നമ്മൾ കീ വേർഡ്സ് യൂസ് ചെയ്തിട്ട് ലിങ്ക്ഡിൻ നമ്മൾ സ്കില്ല് ഡെമോൺസ്ട്രേറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഒരു ഇൻട്രോ തന്നെ കൊടുക്കണം. ഇൻട്രോ എന്ന് പറയുമ്പോൾ എപ്പോഴും പ്രിസൈസ് ആയിട്ടുള്ള ഇൻട്രോയെ നമുക്ക് കൊടുക്കാനുള്ളൂ. സോ ലിങ്ക്ഡിൻ നമുക്ക് ഒരു ചർച്ചാ വിഷയമായ ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ്. എസ്പെഷ്യലി കോവിഡ് ടൈംസിലാണ് നമ്മൾ ലിങ്ക്ഡിനെ കുറിച്ച് അറിയാത്ത ആൾക്കാർ കൂടി പോലും അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ലിങ്ക്ഡിൻ ആക്റ്റീവായിട്ട് വന്ന് തുടങ്ങിയിട്ടുള്ളത്. ഇപ്പം നമ്മൾ കണക്ക് പറയുകയാണെങ്കിൽ, ഇപ്പം കോവിഡ് ടൈം തുടങ്ങിയ ഒരു കണക്ക് പറയുകയാണെങ്കിൽ US ശേഷം പിന്നെ ഏറ്റവും കൂടുതൽ ലിങ്ക്ഡിൻ യൂസ് ചെയ്യുന്ന ആൾക്കാർ ഇന്ത്യയിലാണ്. അപ്പോൾ ഈ നമ്മുടെ കോവിഡ് ടൈമിലാണ് ആൾക്കാർ എന്താണ് ലിങ്ക്ഡിൻ എന്ന് അറിയാണ്ട് കൂടി പോലും അവർ ആ ടൈമിൽ ജസ്റ്റ് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അവരുടെ സ്കിൽസും അക്കൗണ്ട് മര്യാദയ്ക്ക് സെറ്റപ്പ് ചെയ്യാണ്ടിട്ട് അവർ കണ്ടിന്യൂസ് ആയിട്ട് ജോബ്സിന് അപ്ലൈ ചെയ്യുന്ന ഒരു രീതി നമ്മൾ ഈയിടെ കണ്ടിട്ടുണ്ടായിരുന്നു. സോ എന്നിട്ട് അവർ കൺസേൺഡ് ആയിട്ടിരിക്കും, എനിക്ക് പ്രോപ്പർ ലിങ്ക്ഡിൻ അക്കൗണ്ട് ഉണ്ടായിട്ടും എനിക്ക് ഇന്റർവ്യൂ കോൾസ് ഒന്നും വരുന്നുണ്ടായില്ല എന്ന് പറഞ്ഞിട്ട്. സോ അതൊക്കെയാണ് നമുക്ക് മേജറായിട്ട് വരുന്ന ചലഞ്ചസ് എന്ന് പറയുന്നത്. ഇനി വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് കുറെ തെറ്റിദ്ധാരണകളുണ്ട്. അതായത് ഇപ്പോൾ പലരും പറയും എനിക്ക് ജോലി കിട്ടുന്നത് ലിങ്ക്ഡിൻ വഴിയാണ്, അപ്പോൾ നിങ്ങളും ഇത് യൂസ് ചെയ്യൂ. അപ്പോൾ ഇവർക്ക് ആക്ച്വലി എന്താണ് ലിങ്ക്ഡിൻ, എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ ഇതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ അവർ വിചാരിക്കുന്ന ഒരു FB പോലെ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ള രീതിയിൽ. അല്ലെങ്കിൽ അവർ വിചാരിക്കുന്നത് ഇത് ജസ്റ്റ് ഒരു ജോബ് ബോർഡ്സ് പോലെ, ജോബ് നമുക്ക് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നൗക്കരി അല്ലെങ്കിൽ ഇൻഡീഡ് പോലെ നമുക്ക് ജോബ് മാത്രം സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ലിങ്ക്ഡിൻ എന്ന് പലരും കരുതിയിട്ടുണ്ട്. ലിങ്ക്ഡിൻ എന്ന് പറയുന്നത് തന്നെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം തന്നെയാണ് ലിങ്ക്ഡിൻ. പക്ഷേ എങ്ങനെയാണ് ലിങ്ക്ഡിൻ മറ്റുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്നും വേറിട്ട് നിൽക്കുന്നത് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ഇതെന്ന് പറഞ്ഞാൽ ഒരു പ്രൊഫഷണൽ നെറ്റ്വർക്കിംഗ് സൈറ്റ് ആണ്. അതായത് നമുക്ക് പ്രൊഫഷണൽ ആയിട്ടും നമ്മുടെ കരിയർ ഓറിയന്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആയിരിക്കും അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നതും അത് റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റ് ആയിരിക്കും ലിങ്ക്ഡിനകത്ത് കംപ്ലീറ്റ്ലി ത്രൂ ഔട്ട് നമുക്ക് വരുന്നത്. സോ അതോടുകൂടി നമുക്ക് നമ്മുടെ കരിയർ ഗ്രോത്ത് കൂടാതെ നമുക്ക് എന്തെങ്കിലും സ്കിൽസ് ഉണ്ടോ അത് നമുക്ക് എൻഹാൻസ് ചെയ്ത് ഷോക്കേസ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ലിങ്ക്ഡിൻ എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ റെസ്യൂമെയാണ്. നമ്മുടെ സ്കിൽസ് എന്തൊക്കെയാണ്, നമുക്ക് എന്തൊക്കെ സ്കിൽസ് കൂടാണ്ട് നമുക്ക് വേറെ എന്തൊക്കെ ഇപ്പം എക്സ്ട്രാ ആക്ടിവിറ്റീസ്, ഇപ്പം ഇഫ് യു ആർ ഇൻ ടു IT ഫീൽഡ്, പക്ഷേ ഇപ്പം കോണ്ടന്റ് റൈറ്റിംഗിൽ താല്പര്യമുണ്ട്. സോ നമുക്ക് എന്തൊക്കെ നമ്മൾ ചെയ്യുന്നു അതെല്ലാം നമുക്ക് അതിൽ ഷോക്കേസ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ മെയിനായിട്ട് വരുന്നത് നമുക്ക് നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും. സോ അതായത് ഇപ്പോൾ ഞാൻ ഒരു റിക്രൂട്ടറായിട്ട് വർക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ, സോ ഞാൻ അത് വെച്ചിട്ടാണ് എൻ്റെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തെങ്കിൽ അതുപോലുള്ള സിമിലർ ആയിട്ടുള്ള കുറേ റിക്രൂട്ടേഴ്സിൻ്റെ നമുക്ക് സിമിലർ പ്രൊഫൈൽസ് നമുക്ക് കാണാനായിട്ട് പറ്റും. അതോടുകൂടി നമുക്ക് കണക്ഷൻ റിക്വസ്റ്റ് അയക്കാം. അതേപോലെ അവർക്കും തിരിച്ചിതേപോലെ നമ്മുടെ സിമിലർ പ്രൊഫൈൽസ് ആണെങ്കിൽ കണക്ഷൻ റിക്വസ്റ്റ് അയക്കാനായിട്ടും പറ്റും. സോ ഇതോടുകൂടി നമുക്ക് ഒരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ കുറേ സോഷ്യൽ ഗ്രൂപ്പ്സ് ഉണ്ട്.
ജോബ്സിന്റെ ആണെങ്കിലും ഇപ്പം റിക്രൂട്ടേഴ്സിന്റെ ആയാലും ഗ്ലോബൽ റിക്രൂട്ടേഴ്സിന്റെ ആയാലും അങ്ങനെ കുറേ ഗ്രൂപ്പ്സ് ഉണ്ട്. അപ്പം ഈ ഗ്രൂപ്പ്സ് ത്രൂ നമുക്ക് കുറെ ട്രെയിനിങ് കിട്ടും. പിന്നെ നമുക്ക് പുതിയ സ്കിൽസ് അത് ത്രൂ നമുക്ക് ഗെയിൻ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ മെയിൻ ആയിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും അറിയാത്തൊരു ഫീൽഡിലേക്കാണ് നമ്മൾ അറിയാത്ത കാര്യത്തിനെ കുറിച്ച് പഠിക്കുക എന്നുണ്ടെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പിൽ നമുക്കൊരു മെമ്പർ ആകാം. അതിൽ നമുക്ക് ട്രെയിനിങ് കിട്ടും, നമുക്കൊരു മെന്ററിനെ കിട്ടും. സോ ഇങ്ങനെയുള്ള ഒരു വലിയ നെറ്റ്വർക്ക് തന്നെയാണ് ലിങ്ക്ഡ്. ലിങ്ക്ഡ് നമ്മൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്ത് തുടങ്ങിയാൽ ലിങ്ക്ഡ് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഫോർ സീക്കിംഗ് ന്യൂ ഓപ്പർച്യൂണിറ്റീസ്. അത് വേറെ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് ജസ്റ്റ് കമ്പയർ ചെയ്യാനായിട്ട് പറ്റില്ല. ലിങ്ക്ഡ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരിടത്തെ കണക്ക് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് 3 പേർക്കൊക്കെയാണ് ലിങ്ക്ഡ് ത്രൂ ജോബ്സ് കിട്ടുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു 2020 കണക്ക് പ്രകാരം ഇങ്ങനെയാണ്, ഒരു മിനിറ്റ് കൊണ്ട് 3 പേർക്കാണ് ലിങ്ക്ഡ് ത്രൂ ജോബ്സ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇപ്പം 4 നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരു മിനിറ്റ് കൊണ്ട് 6 പേർക്കൊക്കെയാണ് ത്രൂ ലിങ്ക്ഡ് ജോബ് കിട്ടുന്നത്. സോ അപ്പോൾ ഓരോ ഇയർ വെച്ചിട്ട് ഇതിങ്ങനെ ഡബിൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ അപ്പം ലിങ്ക്ഡിനകത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് അത് പ്രോപ്പർ കീവേഡ്സ് യൂസ് ചെയ്ത് അക്കൗണ്ട് കോൺഫിഗർ ചെയ്തിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ലിങ്ക്ഡിൻ എന്നൊരു ബെസ്റ്റ് ടൂളാണ്. അതിനിപ്പോൾ ജോബ് സെർച്ച് ചെയ്യുന്ന ആളാണെങ്കിൽ കൂടിയും നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് എല്ലാ ജോബ്സിനും ഇരുന്ന് അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങളുടെ അക്കൗണ്ട് നിങ്ങൾ പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളിലേക്ക് വരും. അതായത് ഇപ്പോൾ റിക്രൂട്ടേഴ്സ് ആണെങ്കിൽ തന്നെ നിങ്ങളുടെ സെയിം സ്കിൽ സെറ്റ് മീറ്റ് ചെയ്യുന്നതാണ് അവർക്ക് വേക്കൻസി ഉള്ളെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യണമെന്നില്ല. അപ്പോൾ അവർ നിങ്ങളുടെ പ്രൊഫൈലിൽ വിസിറ്റ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ സ്കിൽ സെറ്റൊക്കെ അതിൽ ജെന്യൂൻ ആണോ നോക്കുക. പിന്നെ വർക്ക് എക്സ്പീരിയൻസ് ആഡ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ പ്രീവിയസ് കമ്പനീൻ്റെ വർക്ക് എക്സ്പീരിയൻസ് ആയിരിക്കും നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. സോ പ്രീവിയസ് കമ്പനി ടാഗ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അവർക്ക് തന്നെ ഒരു ജെന്യൂനിറ്റി അല്ലെങ്കിൽ ഒരു ക്രെഡിബിലിറ്റി അവർ മെയിൻ ആയിട്ട് നോക്കുന്നത് ഈ ആൾക്ക് ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് പ്രീവിയസ് ഓർഗനൈസേഷൻ ഇയാൾ ഗെയിൻ ചെയ്തു, അല്ലെങ്കിൽ പ്രീവിയസ് കമ്പനിയിൽ ഇയാൾ ഏത് റോളാണ് ചെയ്തുകൊണ്ടിരുന്നത്, ആ റോള് ചെയ്തത് കൂടി ഇയാൾക്ക് എന്തെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള സ്കിൽ എന്തെങ്കിലും ഇംപ്രൂവ് ചെയ്യാൻ പറ്റുമോ, അങ്ങനെ എന്തെങ്കിലും എൻഹാൻസ്മെന്റ് ഉണ്ടോ എന്ന് അവർക്ക് ചെക്ക് ചെയ്യാനും കൂടി പറ്റും. പിന്നെ മോസ്റ്റ്ലി എന്ന് പറഞ്ഞാൽ ഇപ്പം വലിയ വലിയ കമ്പനീസ് ആണെങ്കിലും ഇപ്പം നമ്മളെ ഇന്ത്യ ആണെങ്കിലും പുറത്താണെങ്കിൽ ഇത് കൂടുതൽ റിലേറ്റ് ആവുന്നത് പുറത്താണെന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് ഇപ്പം നമുക്ക് ഇന്റർവ്യൂ സ്കെഡ്യൂൾ ചെയ്യുമ്പോൾ ഓൺലൈൻ മാത്രമേ പറ്റുള്ളൂ. സോ ഈ ലിങ്ക്ഡിൻ എന്ന് പറയുന്നത് തന്നെ ഒരു ഓപ്പൺ നമ്മുടെ ഒരു ഓൺലൈൻ റെസ്യൂമെ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഇപ്പോൾ നാട്ടിലാണെങ്കിൽ ഇവിടെ ഡെഫിനറ്റ്ലി നമുക്ക് ഓഫ്ലൈൻ ഇന്റർവ്യൂസ് സ്കെഡ്യൂൾ ചെയ്യാറുണ്ട്. അപ്പോൾ പുറത്താണെന്നുണ്ടെങ്കിൽ കൂടുതലും അവർ നമ്മളെ ലിങ്ക്ഡിൻ പ്രൊഫൈലായിരിക്കും വിസിറ്റ് ചെയ്യുന്നത്. അതിൽ നമുക്ക് എൻഡോഴ്സ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, റെക്കമെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ പ്രീവിയസ് കമ്പനിയിൽ വർക്ക് ചെയ്താണെങ്കിൽ നമുക്ക് അവിടുത്തെ കൊളീഗ്സിനെ കൊണ്ട് നമുക്ക് കൊളീഗ്സ് ആണെങ്കിലും മറ്റ് സുപ്പീരിയർ ഓഫീസ് ആണെങ്കിലും അതിൽ എൻഡോഴ്സ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ നമുക്ക് റെക്കമെൻഡ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇപ്പം അങ്ങനെയുള്ള റെക്കമെൻഡേഷനും എൻഡോഴ്സ്മെന്റും കൊണ്ട് നമുക്ക് ന്യൂ ഓപ്പർച്യൂണിറ്റീസ് മീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതും ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ് ഈ പറഞ്ഞ ലിങ്ക്ഡിനകത്തുള്ളത്. ഇനി നമ്മൾ പുറത്തൊരു ജോബ് നോക്കുകയാണ്, അല്ലെങ്കിൽ പുറത്ത് എന്തെങ്കിലും ഇപ്പം സ്റ്റഡീസ് ആണെങ്കിൽ കൂടി നമ്മൾ പുറത്ത് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലിങ്ക്ഡിനിൽ നമുക്ക് എല്ലാം ആക്യുറേറ്റ് ആയിട്ട് അറിയാൻ പറ്റും ആ കമ്പനി ജെന്യൂൻ ആണോ എന്നുള്ളത്. അതായത് 2 പാർട്ടിക്കും, ഇപ്പോൾ ജോബ് അപ്ലൈ ചെയ്യുന്ന ആൾക്കും ഇപ്പോൾ കമ്പനീൻ്റെ സൈഡിൽ നിന്നുള്ളതാണെങ്കിലും 2 പേരുടെയും ജെന്യൂനിറ്റി നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി ഏറ്റവും കൂടുതൽ പൊട്ടൻഷ്യൽ ആയിട്ട് നമ്മൾ ജോലിക്ക് അപ്ലൈ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ അവർ മെയിൻ ആയിട്ട് നമ്മുടെ പ്രീവിയസ് കമ്പനിയുടെ വർക്ക് എക്സ്പീരിയൻസ് നോക്കും. നമുക്കിപ്പോൾ ഒരു വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി നമ്മൾ ലിങ്ക്ഡിനകത്ത് ആക്റ്റീവ് ആയിട്ടുള്ള ആളാണെങ്കിൽ നമ്മൾ പ്രീവിയസ് കമ്പനീനെ ടാഗ് ചെയ്യും. അതായത് എനിക്കൊരു 4 years ഓഫ് എക്സ്പീരിയൻസ് ഇന്ന കമ്പനിയിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കമ്പനി വെച്ചിട്ടായിരിക്കും നമ്മൾ ടാഗ് ചെയ്യുന്നത്. പിന്നെ ആ കമ്പനിയിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും അപ്രീസിയേഷൻ, അവാർഡ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അതും ടാഗ് ചെയ്യും. പിന്നെ അത് സെയിം ടൈം തന്നെ ആ പഴയ കമ്പനിയിലും നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് അവരും പോസ്റ്റ് ചെയ്യും. സോ അതിനും നമ്മളെ ടാഗ് ചെയ്യും. സോ അപ്പോൾ ഒരു പുറത്തുനിന്ന് ഒരു ഔട്ട്സൈഡർ നമ്മളെ അക്കൗണ്ട് വിസിറ്റ് ചെയ്യുമ്പോഴേക്കും ഇയാള് പഴയ കമ്പനിയിൽ ഇന്ന റോളിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, അതിൽ ഇയാൾക്ക് ഇത്ര അപ്രീസിയേഷൻ കിട്ടിയിട്ടുണ്ട്, ഇയാൾ ഇത്ര നോളജ് അതിൽ നിന്ന് ഗെയിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻ ഡീപ്പ് ആയിട്ടുള്ള ഒരു അസസ്മെന്റ് ആയിരിക്കും അവർ ത്രൂ ലിങ്ക്ഡിൻ പ്രൊഫൈൽ വിസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. സോ അതുകൊണ്ട് തന്നെ അയാളെ കുറിച്ച് അവർ ഡൗൺ റൈറ്റ് മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കും അപ്രോച്ച് ചെയ്യുന്നത്. സോ ഫസ്റ്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ HR പ്രൊഫഷണൽസ് തന്നെ ആയിരിക്കും മെയിൻ ആയിട്ട് ഈ പറഞ്ഞ ആൾക്ക് ലിങ്ക്ഡിൻ ഉണ്ടോ ഇല്ലയോ ചെക്ക് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ലിങ്ക്ഡിൻ്റെ മെയിൻ ഇമ്പോർട്ടൻസ് വരുന്നത് ഇതുപോലെ പ്രോപ്പറായിട്ട് നമ്മൾ ലിങ്ക്ഡിൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസിന് വളരെ സാധ്യത കൂടുതലാണ്. ഇപ്പോൾ ഫോർ ദ സേക്ക് ഓഫ് ഗെറ്റിംഗ് എ ജോബ്, ഇപ്പോൾ നമ്മൾ സ്കൂളിലാണെങ്കിലും ഇപ്പോൾ പ്ലേസ്മെന്റ് ടൈമിന് കോളേജിൽ പറയും നിങ്ങളൊരു ലിങ്ക്ഡിൻ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണം, ബിക്കോസ് പ്ലേസ്മെന്റ് ടൈമിൽ അവർ
നിങ്ങൾക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കൂടും. അപ്പോൾ അവർ നിങ്ങൾ ലിങ്ക് പ്രൊഫൈൽ നോക്കും, നിങ്ങളുടെ സ്കിൽസും കാര്യങ്ങളും നോക്കും. അപ്പം ആ ഒരു പേരിൽ നമ്മൾ വെറുതെ ഒരു ലിങ്ക്ഡിൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. സോ അങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ജോബിന് അപ്ലൈ ചെയ്തോ അല്ലെങ്കിൽ ഇന്റേൺഷിപ്പിന് പോയെന്ന് വെച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മൾ സ്കിൽസ് അതിൽ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യണം. നമ്മൾ ഏത് ഫീൽഡിലാണോ ഉള്ളത് അല്ലെങ്കിൽ ഏത് വരെ പഠിച്ചു എന്നുള്ളത് ജസ്റ്റ് ബ്രീഫായിട്ട് ഇൻട്രോ കൊടുക്കുക. അതിനുശേഷം സ്കിൽസ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ കീവേഡ്സ് യൂസ് ചെയ്ത് വെക്കുക, അക്കൗണ്ട് കോൺഫിഗർ ചെയ്യുക എല്ലാം. പിന്നെ അതേപോലെ റെസ്യൂം അപ്ലോഡ് ചെയ്യാം. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്താണ് പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അതുകൊണ്ട് ഇമ്പോർട്ടൻസ് മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് ബെനിഫിറ്റ്സ് മാത്രമേ ഉള്ളൂ. അതിൽ ലിങ്ക്ഡിൻ കൊണ്ട് നമുക്ക് വരെ നഷ്ടവും കാര്യങ്ങളൊന്നുമില്ല. കാര്യം ഒരുപാട് ഇപ്പം നമുക്ക് ജോബിന് അപ്ലൈ ചെയ്യുന്നില്ലെങ്കിൽ കൂടിയും വേറൊരു മെയിൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഞാൻ പറഞ്ഞ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും. ഒരു റിക്രൂട്ടർ ആയിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ട് ലിങ്ക്ഡിനിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് സിമിലർ ആയിട്ട് പല കമ്പനിയിൽ പല ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന റിക്രൂട്ടേഴ്സുമായിട്ട് നിങ്ങൾക്കൊരു കണക്ഷൻ ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും. എന്താണ് റിക്രൂട്ട്മെന്റിൽ കറന്റ്ലി നടക്കുന്ന അഫയേഴ്സ്, എന്തൊക്കെയാണ് റീസെന്റ് ട്രെൻഡ്സ് ഇൻ റിക്രൂട്ട്മെന്റ്, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് വെല്ലായിട്ട് ഫുൾ ഒരു കംപ്ലീറ്റ് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അതായത് ഇപ്പോൾ നിങ്ങൾ IT ഫീൽഡിലെ റിക്രൂട്ടർ ആണെങ്കിലും ജോബിന്റെ വേറെ അൺസ്കിൽ കാറ്റഗറിയിൽ നമ്മൾ ഓവർസീസ് ആയിട്ട് ചെയ്യുന്ന റിക്രൂട്ടർ ആണെങ്കിലും ഇനി ഗ്ലോബൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന റിക്രൂട്ട്മെന്റ് ഒരു പ്രോസസ്സിംഗ് ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിലും എല്ലാ കാറ്റഗറീസിനെ കുറിച്ചും എങ്ങനെയാണ് അവർ ആ ഒരു മെട്രിക്സ് യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു എംപ്ലോയിനെ ഹയർ ചെയ്യുന്നത്, അത് ഏത് മോഡ് വെച്ചിട്ടാണ് ഹയർ ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നത് കൂടി നമുക്ക് അറിയാനായിട്ട് പറ്റും. സോ റീസൺ ട്രെൻഡ്സിനെ കുറിച്ച് നമുക്ക് ഇപ്പൊ ഏത് ഫീൽഡാണ്, ഇപ്പൊ IT ആയിക്കോട്ടെ, എന്താണെങ്കിലും റീസൺ ഫീൽഡ്സിനെ കുറിച്ച് നമ്മൾ ഫുള്ളി അപ്ഡേറ്റഡ് ആയിരിക്കും. സോ ലിങ്ക്ഡിൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ എല്ലാ ഫീൽഡ്സും ഡെയിലി നമുക്ക് അറിയാനായിട്ട് പറ്റും. സോ അതുകൊണ്ട് തന്നെയാണ് ഇത് നൗക്കരീനെ നിന്നും ഇന്ത്യയിൽ പല ഗ്ലാസ് ഡോർ പിന്നെ മോൺസ്റ്റർ അങ്ങനെയുള്ള പല ജോബ് ബോർഡ്സ് നിന്നും ഡിഫറെന്റ് ആണെന്ന് പറയുന്നത്. ഇനി നമ്മൾ ജോബ് ലിങ്ക്ഡിൻ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി ലിങ്ക്ഡിൻ ഇപ്പം നമ്മൾ ഡെയിലി ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്ന പോലെ ഒരു കുറച്ച് സമയം നമ്മൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ കുറച്ച് സമയം മാറ്റി വെച്ച് ലിങ്ക്ഡിൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കുറേ റീസണായിട്ടുള്ള ഇപ്പം നമ്മൾ ഏത് ഫീൽഡിലാണോ വർക്ക് ചെയ്യുന്നത് നമുക്ക് എല്ലാ അപ്ഡേറ്റ്സും നമുക്ക് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഗൾഫ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ ലിങ്ക്ഡിൻ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്ന പോലെ ഡെയിലി കുറച്ചൊരു 1 hour എങ്കിലും ലിങ്ക്ഡിൻ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡേ ടു ഡേ നമ്മളെ ഫീൽഡിൽ വരുന്ന എന്തൊക്കെ ചേഞ്ചസ് ആണ്, എന്തൊക്കെ എസ്പെഷ്യലി ഇപ്പൊ IT ഫീൽഡിലുള്ള ആൾക്കാർക്കാണെങ്കിൽ ഡെഫിനറ്റ്ലി ഓരോ സ്കിൽസിനെ കുറിച്ചും അവെയർ ആയിരിക്കണം. ഇപ്പം ഈ HR റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഏതൊക്കെ ജോബ് വേക്കൻസീസ് ആണ് ഇപ്പം അല്ലെങ്കിൽ എന്തൊക്കെ സ്കിൽ സെറ്റ് ആണ് ഒരാളെ ഹയർ ചെയ്യുമ്പോൾ നോട്ടീസ് ചെയ്യേണ്ടതെന്നുള്ളത് അത് മസ്റ്റ് ആയിട്ടും അറിഞ്ഞിരിക്കണം. അപ്പോൾ എന്തൊക്കെ ഇപ്പൊ കുറേ റിക്രൂട്ട്മെന്റ് കേസിലാണെങ്കിലും കുറേ ടൂൾസ് ഉണ്ട്. അപ്പോൾ പല ടൂൾസും അത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പോലും നമുക്ക് അറിയത്തില്ല, കുറേ ടൂൾസ് വരുന്നുണ്ട്. അപ്പോൾ ഈ ലിങ്ക്ഡിൻ യൂസ് ചെയ്യുന്നത് കൂടി നമുക്ക് പേഴ്സണലി ഗ്രോത്ത് വരും. അതായത് ഈ പറയുന്ന പോലെ ഇതേ കുറേ നമുക്ക് അറിയാത്ത ഫീൽഡിനെ കുറിച്ചാണെങ്കിലും നമുക്ക് ഇന്നേ വരെ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഇല്ലാത്ത കുറേ കാര്യങ്ങളെ കുറിച്ചാണെങ്കിലും ഈ ലിങ്ക്ഡിൻ യൂസ് ചെയ്ത് വഴി നമുക്ക് പേഴ്സണലി നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാവും. എസ്പെഷ്യലി നമുക്ക് ഈ പറഞ്ഞ നമ്മൾ ഏത് ഫീൽഡിലാണോ ഉള്ളത് റീസൺ ആയിട്ട് വരുന്നുള്ള എല്ലാ ഐഡിയാസും എല്ലാ സ്കിൽസിനെ കുറിച്ചും നമുക്കൊരു നോളജ് ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫോർമേഷൻസ് നമുക്ക് ഇപ്പോൾ എത്രത്തോളം ഇൻഫോർമേഷൻസ് ആണോ നമുക്ക് കിട്ടുന്നത് അത് മാക്സിമം നമുക്ക് നമ്മുടെ പേഴ്സണൽ ഗ്രോത്ത്. ഇപ്പോൾ ഒരു കമ്പനി വർക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് ജോബാണ് നമുക്ക് അസൈൻ ചെയ്യുന്നതിന് പുറമെ നമുക്ക് അപ്ഡേറ്റ് ആയിട്ട് ഇരിക്കാനായിട്ട് ലിങ്ക്ഡിൻ നമ്മളെ യൂസ് ചെയ്യും. സോ അപ്പോൾ മാക്സിമം ഇൻഫോർമേഷൻസ് നമുക്ക് ഈ പറഞ്ഞ ലിങ്ക്ഡിൻ വഴി നമുക്ക് സീക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഡെയിലി നമ്മളെ റൊട്ടീനിൽ ഇങ്ങനെ കുറച്ചൊരു അവേഴ്സ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യും. ഈവൻ നമുക്ക് ജോബ് കിട്ടിയാൽ തന്നെ ഒരു ജോബ് ഹണ്ടിങ് അല്ലെങ്കിൽ ജോബ് സീക്ക് ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം അല്ല. ഞാൻ ഈ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടിയ അച്ചീവ്മെന്റ്സ് വരെ നമുക്ക് അതിൽ പോസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ഈ ലോകത്തുള്ള ആരെയാണ് നമുക്ക് ഈ അറൌണ്ട് ദി ഗ്ലോബ് തന്നെ നമുക്ക് ഉള്ള കമ്പനീസിന്റെ ഡീറ്റെയിൽസ് ആണെങ്കിലും പല കമ്പനീസുള്ള ഇപ്പം CEO ആൾക്കാർ അല്ലെങ്കിൽ ഇപ്പോൾ അവരെ നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കമ്പനീസ് ഉണ്ടാകും. അപ്പൊ ആ കമ്പനീസ് തന്നെ നമുക്ക് ജോലിക്ക് കയറണമെന്നാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നമ്മൾ എങ്ങനെയാണ് അറിയുന്നത്. സോ ലിങ്ക്ഡിൻ വഴി നമുക്ക് അറിയാനായിട്ട് സിമ്പിൾ ആയിട്ട് അറിയാനായിട്ട് പറ്റും. ഏത് കമ്പനിയാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ കമ്പനി നമുക്ക് സെർച്ച് ചെയ്തിട്ട് കമ്പനീന്റെ വെബ്സൈറ്റിലേക്ക് പോവാം നേരെ, അതിൽ ലിങ്ക് ഉണ്ടാവും. പിന്നെ നമുക്കൊരു ഓവറോൾ ഐഡിയ കിട്ടും. ഇപ്പോൾ കമ്പനീന്റെ എത്ര എംപ്ലോയീസ് ആണ് അവിടെ വർക്ക് ചെയ്യുന്നത്, കമ്പനി ജെന്യൂൻ ആണോ, കമ്പനീന്റെ റീസെന്റ് ആയിട്ട് വരുന്ന അവർ ചെയ്ത പ്രോജക്റ്റ് എന്താണ്, ഇപ്പോൾ റീസെന്റ് ഓപ്പൺ ആയിട്ടുള്ള ജോബ് വേക്കൻസീസ് എന്തൊക്കെയാണ്,
ഓക്കെ, അപ്പൊ കമ്പനി ഏത് പ്രോഡക്റ്റ് റിലേറ്റഡ് ആണ്, എന്താണ് കമ്പനി ഇപ്പം റീസെന്റ് അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പ്രോഡക്ട്സ്, അവർക്ക് എത്രയാണ് എന്താണ് വർത്ത് വരുന്നത്. സോ ഇതെല്ലാം നമുക്ക് ലിങ്ക്ഡിൻ ത്രൂ നമുക്ക് അറിയാനായിട്ട് പറ്റും. സോ അതിനുശേഷം നമുക്ക് അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെ അപ്രോച്ച് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഇപ്പോൾ HR പ്രൊഫഷണൽസ് ഉണ്ടാവും, അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന വേറെ ഡിപ്പാർട്ട്മെന്റ്സിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പം നമുക്ക് പേഴ്സണലി അവരെ ഇൻ പേഴ്സൺ നമുക്ക് കോൺടാക്ട് ചെയ്യാം. അതായത് നമുക്ക് ഈ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന നമ്മൾ കമ്പനി നെയിം അടിക്കുമ്പോൾ തന്നെ അതിൽ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ അവിടെ വർക്ക് ചെയ്യുന്ന ബാക്കി കൊളീഗ്സിന്റെ ഡീറ്റെയിൽസും അവർ ഏത് പോർഷനിലാണ് വർക്ക് ചെയ്യുന്നതിനുള്ള ഡീറ്റെയിൽസ് നമുക്ക് അത് സ്ക്രീനിൽ അപ്പിയർ ആയി തന്നെ വരും. സോ നമുക്ക് അവരോട് തന്നെ ചോദിക്കാം, ഓക്കെ നിങ്ങൾക്ക് ഇപ്പോൾ റീസെന്റ് ആയിട്ട് എന്തെങ്കിലും ഓപ്പണിങ്സ് ഉണ്ടോ, ഓക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ എന്തൊക്കെ ക്രൈറ്റീരിയ ആണ് ഉള്ളത്, എനിക്കുള്ള സ്കിൽ സെറ്റ് ഇങ്ങനെയാണ്, സോ ഇത് ഓക്കെ ആണോ, അല്ലെങ്കിൽ ഇതിന് വേറെ എന്തെങ്കിലും എലിജിബിലിറ്റി ക്രൈറ്റീരിയ മീറ്റ് ചെയ്യേണ്ടതുണ്ടോ. സോ ഇത് നമ്മുടെ നാട്ടിലേക്കാട്ടിലും പുറത്ത് നമ്മൾ ജോലി നോക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി നമുക്ക് ഇപ്പൊ മലയാളി തന്നെ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ അത് ഭയങ്കര നമുക്ക് എന്താണ് കാര്യങ്ങൾ ചോദിച്ച് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ അത്രയും എന്താ പറയാ ഒരു ഫുൾ ആയിട്ട് വരുന്ന ഒരു നെറ്റ്വർക്ക് ആണ് ലിങ്ക്ഡിൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രോപ്പറായിട്ട് അത് യൂസ് ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ ഇപ്പം നമ്മള് പുതിയ കോഴ്സ് ചെയ്യാനായിട്ട് ഇപ്പൊ സ്റ്റുഡൻസ് ഇപ്പൊ വേറെ കൺട്രിയിൽ പോവാന്നുണ്ടെങ്കിലും അവർക്ക് ഡെഫിനറ്റ്ലി ആ കോഴ്സ് ഇപ്പം ഏത് യൂണിവേഴ്സിറ്റിയാണ്, ആ യൂണിവേഴ്സിറ്റിയിൽ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സ് എന്തൊക്കെയാണ് എന്ന് ലിങ്ക്ഡിൻ ത്രൂ അവർക്ക് സെർച്ച് ചെയ്യാനായിട്ട് പറ്റും. സോ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇപ്പം മലയാളീസ് ആരെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ അറിയണം കോളേജിനെ കുറിച്ച്, അപ്പം സേഫ് ആണോ, അല്ലെങ്കിൽ എങ്ങനെയാണ് ക്ലാസ്സസും വരുന്നത്, കോഴ്സ് ഏത് രീതിയിലുള്ള ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുമോ, അപ്പം അതുമല്ല നമുക്ക് അവിടെ പഠിക്കുന്ന ഒരു കുട്ടീൻ്റെ എക്സ്പീരിയൻസും കൂടി അറിയണമെന്നാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് ലിങ്ക്ഡിൻ നോക്കിയിട്ട് അതിന്റെ ക്രെഡിബിലിറ്റി ആൻഡ് ഒതന്റിസിറ്റി മനസ്സിലാക്കുക. ദെൻ ആ ഒരു പേഴ്സണിനെ മലയാളിയെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവരെ കോണ്ടാക്ട് ചെയ്ത് നമുക്ക് ഇൻ പേഴ്സൺ അവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കാനായിട്ട് പറ്റും. പിന്നെ ഫാക്കൽറ്റി മെമ്പേഴ്സിനെ കുറിച്ച് അറിയാനായിട്ട് പറ്റും, അവരുടെ സർവീസ് എന്താണ്, എല്ലാം നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് ത്രൂ ലിങ്ക്ഡിൻ വഴി നമുക്ക് അറിയാനായിട്ട് പറ്റും. സോ ലിങ്ക്ഡിൻ നമ്മൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ മീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ ബീറ്റ് ചെയ്യുന്ന വേറെ ഒരു ആപ്പും നമുക്ക് പറയാനായിട്ട് കമ്പയർ ചെയ്യാനായിട്ട് പറ്റില്ല. ബിക്കോസ് അത്രയും പൂൾ ഓഫ് റിസോഴ്സ് ആണ് ലിങ്ക്ഡിനകത്ത് നമുക്ക് ഉള്ളത്. ഇനി മെയിൻ ആയിട്ട് തന്നെ അക്കൗണ്ട് എങ്ങനെയാണ്, ലിങ്ക്ഡിൻ അക്കൗണ്ട് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, കീവേഡ്സ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, എപ്പോഴും അട്രാക്റ്റീവ് ആയിട്ടുള്ള ലിങ്ക്ഡിൻ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്ന എന്തൊക്കെ സ്റ്റെപ്സും പ്രൊസീജിയേഴ്സും ആണ് വേണ്ടുള്ളത്, ഇൻട്രോ കൊടുക്കുമ്പോൾ എങ്ങനെയാണ് അട്രാക്റ്റീവ് ആയിട്ട് നമുക്ക് കൊടുക്കേണ്ടുന്നത്, റെസ്യൂമെ പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ടുള്ളത്. സോ അങ്ങനെ ലിങ്ക്ഡിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈസി ആയിട്ട് എങ്ങനെയാണ് റിക്രൂട്ടേഴ്സ് നിങ്ങളെ പ്രൊഫൈൽ തന്നെ ചൂസ് ചെയ്യാനായിട്ട് നമ്മൾ തോന്നിക്കുന്ന രീതിയിൽ നമ്മൾ സ്കിൽ സെറ്റും കാര്യങ്ങളും കീവേഡ്സ് ഒക്കെ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇവരുടെ ഫുൾ ജോബ് ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്, അപ്പൊ അങ്ങനെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഒരു ഗുഡ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. അപ്പൊ നമ്മൾ ഇനി നെക്സ്റ്റ് വീഡിയോ അത് ലേറ്റ് ആയിട്ട് എന്തെങ്കിലും നമുക്ക് പ്ലാൻ ചെയ്ത് ചെയ്യാം. സോ ഇന്നത്തെ സെഷൻ ഇത്രയേ ഉള്ളൂ. That's it. Thank you.